പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ജനുവരി മാസത്തിന്റെ 5-ാം തീയതി ഈ പുതു ദിനത്തിൽ കർത്താവെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഒരുപാട് അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ കർത്താവെ, ഒരുപാട് അസ്വസ്ഥതകളുടെ നടുവിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും അങ്ങയുടെ വിശ്വാസം ഏറ്റുപറയാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്ന് അങ്ങയെ തിരുമുഖം ദർശിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ രക്ഷ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ജനുവരി 5-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. എത്രയോ വലിയ ആഴമായിട്ടുള്ള വചനങ്ങളാണ്. ക്രിസ്തീയ ജീവിതം എന്നത് യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തലാണ്. പൂജ്യരാജാക്കന്മാരെ നമ്മൾ ഈ ദിവസം ധ്യാനിക്കുകയാണ്. അവര് കർത്താവിനെ കാണാനായിട്ട് ദൂരദേശത്ത് നിന്ന് വന്നവരാണ്. അവര് ജ്ഞാനികളായിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവരവിടെ നിൽക്കുകയില്ല. ആ നക്ഷത്രം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അത് യഥാർത്ഥത്തില് ആ നക്ഷത്രത്തിൽ കണ്ട് തീർന്നത് അവിടെ അവര് അവസാനിപ്പിച്ചില്ല. അത് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദുർഘടമായ യാത്രയായിരുന്നു. അനിശ്ചിതത്വം, അപകടങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരവിടെ ഒന്നും നിന്നില്ല. അവര് ആ ഈശോയെ കാണുവോളം ആ നക്ഷത്രത്തെ പിഞ്ചെന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലതും കണ്ട് നിന്നു പോവാണ് ഈ ലോകത്തിന്റെ വഴിയിൽ. നമ്മൾ അതിന്റെ പുറമേയുള്ള ആ സന്തോഷം അല്ലെങ്കിൽ ആ ഭംഗി കണ്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പാതി വഴിയിൽ നിൽക്കുന്ന നമ്മുടെ വിശ്വാസം യേശുക്രിസ്തുവിനെ കാണണം. യേശുക്രിസ്തുവിനെ കാണണം. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 8-ാം തിരുവചനം, ഈ യേശുവെ കാണാനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധിയാണ്. അവിടെ പറയുന്നുണ്ട്, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. നമ്മുടെ ജീവിതത്തില് ഈ ക്രിസ്മസ് ടൈഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ ജൂബിലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുൽക്കൂട്ടിൽ ഈശോയെ നമ്മൾ കാണണം. അവിടുത്തെ ഹൃദയം കൊണ്ട് നമ്മൾ കണ്ട് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഈശോയുടെ ഒപ്പം നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഈ ദിനം നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ജനുവരി മാസം 5-ാം തീയതി പുതുവത്സരത്തിന്റെ ആദ്യ ദിനങ്ങളാണ്. നമ്മൾ ക്രിസ്മസിന്റെ സന്തോഷത്തിലാണ്. പലപ്പോഴും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന പല കാര്യങ്ങളും, യഥാർത്ഥത്തിൽ യേശുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഈ ഭൗതികമായ കാര്യങ്ങള്, നമ്മുടെ ചിന്താഗതികള്, പഠനങ്ങള്, അതുപോലെ നമ്മുടെ കൂട്ടുകെട്ടുകള്, നമ്മൾ കാണുന്ന കാഴ്ചകളോടെയൊക്കെ നമ്മുടെ മനോഭാവങ്ങൾ കൂടുതൽ ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കണം. വിശ്വാസത്തിൽ ആഴപ്പെടണം. ദൈവത്തിലെത്തുവോളം ഞാൻ അന്വേഷിക്കുന്നവരാകണം. ആ പൂജരാജാക്കന്മാർ ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിത വഴികളിലൊക്കെ ചിലപ്പോൾ പാപം നമ്മളെ ദൈവത്തിന് മറയ്ക്കാറുണ്ട്. ധൂർത്തപുത്രൻ ആ ദൈവത്തിന്റെ ആ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയല്ലോ. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളായിരുന്നു. അവിടെ ആ പിതാവിന്റെ ആ സ്നേഹത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും ഓർക്കുകയാണ്. ഓരോ പാപത്തിൽ വീണ് കഴിഞ്ഞ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്ന് വരണം. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. കർത്താവിലേക്ക് തിരികെ വരാനായിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ ജീവിതം എന്നൊരു അന്വേഷണമാണ് ദൈവത്തിന് വേണ്ടിയിട്ട്. നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ കരം വീണ്ടും നമ്മൾ മുറുകെ പിടിക്കാൻ, ആ സ്നേഹം സ്വന്തമാക്കാൻ, അവിടുത്തെ പ്രകാശത്തിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്കായി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരം പിടിച്ച് ആരംഭിച്ച് ഞങ്ങളുടെ ജീവിതം ഒരിക്കലും അങ്ങയുടെ അശക്തമായ കരം നഷ്ടപ്പെട്ടു പോകാതെ, ജീവിത വഴികളിൽ പലപ്പോഴും കർത്താവേ ഞങ്ങൾ പലതിലേക്കും തിരിഞ്ഞു പോകാതെ നക്ഷത്രം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്ന് ആ പൂജരാജാക്കന്മാർ ഈശോയെ കണ്ട് അവിടുത്തെ ആരാധിച്ചതുപോലെ ഞങ്ങൾക്കും ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്താനും, അങ്ങയിൽ സ്നേഹത്തിൽ ആഴപ്പെടാനും, അങ്ങയെ നൽകുന്ന രക്ഷ സ്വന്തമാക്കി ജീവിക്കാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.